ഇന്നത്തെ ഗാനപരിചയത്തിൽ ഭരതൻ സംവിധാനം ചെയ്ത ചാമരം എന്ന സിനിമയിലെ എസ് ജാനകിയമ്മ പാടിയ ഒരു ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പൂവച്ചൽ ഖാദറാണ്. കോളേജ് അധ്യാപികയായ നായിക അവധിക്ക് വീട്ടിലെത്തുന്നു. പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രധാരിണിയായി അവൾ തൻ്റെ പ്രിയപ്പെട്ട മുറച്ചെറുക്കൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരിക്കുന്നു. ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരശരീരിയായി നാഥ എന്ന സംബോധന അവൻ തന്നെ ജീവിതസഖിയാക്കുമെന്ന് അവൾക്ക് പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഓടിയണയുന്ന അവൻ്റെ ആഗമനം അനുഭവിക്കാനുള്ള അവളുടെ കാതിൻ്റെയും കണ്ണിൻ്റെയും വെമ്പൽ ആ പല്ലവിയിലുള്ളത്. ഒച്ച കേൾക്കുവാൻ കാതുകൾ കാത്തിരിക്കുന്നു, റാഞ്ചിയെടുത്തു പറക്കുവാൻ കണ്ണുകൾ തിടുക്കപ്പെടുന്നു. മിഴിപ്പക്ഷികളാവട്ടെ തൂവൽ വിരിച്ചു നിന്നു എന്ന ആ കൽപ്പനയിൽ ഈ ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ് നാം കാണുന്നത്. ഇനി നമുക്ക് പാട്ടിൻ്റെ അനുപല്ലവിയിലേക്ക് നോക്കാം. നേരിയ മഞ്ഞിൻ്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തുടുത്തു, കാണുന്ന നേരത്ത് മിണ്ടാത്ത മോഹങ്ങൾ ചാമരം വീശി നിൽപ്പു. പൂവിൻ്റെ കവിൾ തുടിപ്പിച്ചത് മഞ്ഞിൻ്റെ ചുംബനമാണെന്ന് ഭാവന ചെയ്തിരിക്കുകയാണ് കവി. നായക സാമീപ്യത്തിൽ ഇത്തരമൊരനുഭവം നായികയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം അഭിലാഷം അവനെ അവൾ വാക്കുകളിലൂടെ അറിയിക്കുകയില്ല. അത് അവളുടെ മിണ്ടാത്ത മോഹമാണ്. ആ മോഹം ഒച്ചയുണ്ടാക്കാതെ തനിക്കു ചുറ്റും ചാമരം വീശി നിൽക്കും. ആഹ്ലാദവും കുളിർമയും പകർന്നു നിൽക്കുന്ന ഒരു രാജകീയ ചിഹ്നമാണല്ലോ ചാമരം. ഈ കൽപ്പനയിൽ നായകൻ്റെ ചുംബനത്തിന് വേണ്ടിയുള്ള അവളുടെ മൗന അഭിലാഷം നമുക്ക് വായിച്ചെടുക്കാം. നായക സംഗമത്തെ ഇവിടെ കുളിർമയുള്ള ഒരാത്മാനുഭവമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മിണ്ടാത്ത മോഹം കേന്ദ്രീകരിക്കുന്നത് മൗനത്തിലാണ്. നമുക്കറിയാം, പൂവച്ചൽ ഖാദർ രചനകളിലൊക്കെ പലയിടങ്ങളിലും ഈ മൗനം കടന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗാനത്തിൻ്റെ ചരണത്തിലേക്ക് കടക്കാം. ഈ ഇളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ, കാണാതെ വന്നിപ്പോൾ ചാരത്തണയുകിൽ ഞാൻ എന്തോ